അപ്പോൾ ആനയെ ഓടിക്കുന്ന ഒരു ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 7 മാസം കഴിഞ്ഞു ശമ്പളം കിട്ടിയിട്ട്. ഞങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, അത് സമയത്ത് ഞങ്ങളുടെ കൈകളിൽ എത്തുന്നുണ്ടോ, ഇതൊന്നും ആരും അന്വേഷിക്കാറില്ല. തികച്ചും അടിമകളെ പോലെയാണെന്ന് വെച്ചാൽ അതിലും മോശപ്പെട്ട രീതിയിലാണ് ഞങ്ങളെ കരുതുന്നത്. ഞാൻ പോവാണേ, പോവാ. ടാറ്റാ. എൻ്റെ പേര് ജോളി ഐസക്ക്. ഞാൻ കോതമംഗലം വന ഡിവിഷനിൽ താൽക്കാലിക വാച്ചറായിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഈ വനത്തിലൂടെയുള്ള ഇടവഴികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇടവഴികളിലൊക്കെ ഏത് സമയത്തും ആന കാണപ്പെടുന്നത് കൊണ്ട് ആളുകളെല്ലാം തന്നെ വീടും സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ടൗണ് കോതമംഗലം, കീരമ്പാറ, ചേലാട് ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് മാറി, പുന്നേക്കാട് ഭാഗത്തേക്ക് മാറി ആ കാണുന്ന ഭാഗം ഉണ്ടോ, ഈ മൺ റോഡിൻ്റെ ഇവിടെ ആന ഇവിടെ നിന്ന് വന്നിട്ട് ഇതിലെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന ഭാഗമാണ്. ഇതിൻ്റെ അപ്പുറ ഭാഗവും ജനവാസ മേഖലയാണ്. വർഗീസൂട്ടി, ആ ഭാഗത്തേക്ക് ആന ഇപ്പോൾ എത്തിച്ചേരാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു 6 മണി കഴിയുന്ന സമയത്തേക്ക് വെള്ളംകെട്ടിയാലെന്ന് പറയുന്ന സ്ഥലമാണത്. ആ ഭാഗത്തൂടെ ആന കയറി ഈ ജനവാസ മേഖലയുടെ അടുത്ത്, ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കൂടുതൽ തീറ്റയുള്ള ഭാഗം നോക്കിയാണ് ആന സാധാരണ വരുന്നത്. ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ആന വരുന്നത് ഭൂതത്താൻകെട്ട്, വെള്ളംകെട്ടിയാലെന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ ആന കയറി വന്നാൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതുപോലെ പക്ഷി സങ്കേതത്തിൽ നിന്ന് കയറി ഈ സിഗ്നൽ സ്റ്റേഷൻ്റെ ഈ സൈഡിൽ നിന്ന് വന്നാലും നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെ 2 ഭാഗത്തുനിന്നും ആന വന്നാൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ആയതുകൊണ്ടാണ് ഞങ്ങളിവിടെ ക്യാമ്പ് ചെയ്യുന്നത്. 4 പേരുണ്ട്. ഇന്ന് ഞാനും സുരേഷുമാണ്, നാളെ എൽദോസും ബിനീഷുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ. അത് മാത്രമല്ല, ആന എവിടെയാണോ വരുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകും ആ സമയമാകുമ്പോൾ. നമ്മളിപ്പോൾ ഇരിക്കുന്നതിനൊരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ആനക്കൂട്ടമുണ്ട്. 1/2 കിലോമീറ്ററിനുള്ളിലുണ്ട്. 1/2 കിലോമീറ്ററിനുള്ളിൽ ഉള്ളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഓടി ആളുകളുള്ള ഭാഗത്തേക്ക് വരാൻ കഴിയുന്നത്. ഇവിടെ ഈ ആന ക്രോസ് ചെയ്യാനുള്ള സമയമൊക്കെ ആയി വരികയാണ്. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് വരും. ഇപ്പോൾ ഈ വേനൽ കടുത്തോടുകൂടെ ഇപ്പോൾ ഈ സമയത്ത് വരാൻ അല്പം കൂടെ വൈകും. ചിലപ്പോൾ 8:30, 9 മണി, 10 മണിയൊക്കെ ആവും. ചേട്ടാ വണ്ടിയുടെ പുറകെ ചേട്ടാ ആനയുണ്ട്. വണ്ടിയുടെ പുറകെ പോവും, ആനയുണ്ട്. വണ്ടിയുടെ പുറകെ പോവും. ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. എവിടെ വെക്കണേ ആണോ? ഓക്കെ, നോക്കിപ്പോകാൻ പറ ചേട്ടാ. നമ്മുടെ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്നുള്ള അന്വേഷിച്ചാണ് അപ്പം നമ്മൾ പോണത്. ഇത്രയും പോണ്ട, ക്രോസ് ചെയ്തോ, കടന്നോ ആണോ? ചിലപ്പോൾ ഒരു പക്ഷേ കടന്നു പോയിട്ടുണ്ടാവും. ഇവരൊക്കെ ഇവിടെ രാത്രി അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ പോലെ, ജവാന്മാരെ പോലെ ഉള്ളത് കൊണ്ടാണ് കുറച്ചെങ്കിലും ആൾക്കാർ ഇപ്പോൾ നിലവിൽ കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ ഈ ആനയ്ക്ക് ഇപ്പോൾ ഇവിടുന്ന് 8 കിലോമീറ്റർ അകലുള്ളൂ കോതമംഗലത്തേക്ക്. ആനേനെ സംബന്ധിച്ച് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നടന്ന ആന കോതമംഗലം ചെല്ലും. അപ്പോൾ ചെല്ലാൻ ഒത്തിരി വിദൂരമൊന്നുമല്ല. ജോളിയും സുരേഷ് അടക്കമുള്ള ആളുകൾക്ക് 7 മാസക്കാലമായിട്ട് നമ്മൾക്ക് ശമ്പളം പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം അവഗണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റി, ഞങ്ങൾ കൊടുത്തേനെ. ഇവരിങ്ങനെ ഉറങ്ങാതെ കാവലിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, വന്യജീവികൾക്ക് കൂടി വേണ്ടിയാണ്. അവർക്ക് സുഖമായ സഞ്ചാരപാതയൊരുക്കാൻ ഇവരോട് നമ്മൾ കരുണ കാണിക്കണം. സർക്കാർ ഇവർക്കുള്ള വേതനം നൽകണം. ക്യാമറാമാൻ PS വേണുവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.